അകത്ത് ഈ പിന്നെ കറക്റ്റ് അകത്തോട്ട് ആ പൊസിഷനിൽ വെച്ചിട്ട് അകത്ത് നല്ലപോലെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് ഇത് പ്ലഗിൽ കണക്ട് ചെയ്യാം. ഇത് നമ്മൾ കാലിലാണ് വെച്ച് വർക്ക് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് തുണി 2 കൈ കൊണ്ടും ലഭിക്കാൻ പറ്റും. തുണി നമുക്ക് കയ്യിൽ മോട്ടർ ചവിട്ടുന്ന മറ്റേ ഒരുമിച്ച് പാടായിരിക്കും. ഇത് നമ്മൾ കാലിൽ നോർമൽ സൂചി നൂല് മതിയല്ലേ? നോർമൽ നൂല് എല്ലാം പറ്റും. ഇത് രണ്ടും നമുക്ക് നൂലിടുന്നത്. ഇതിലേത് വേളയിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഉപയോഗം കഴിഞ്ഞ് ഇത് താഴോട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കേസ് നമുക്ക് അതിനകത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ വെളിയിലോട്ട് വലിക്കുക. എന്നിട്ട് ഇത് എന്നിട്ട് കേസ് ഇതിനകത്താണ്. ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുക. ബോബിൻ എടുത്തിട്ട് ഇതിനകത്ത് നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. ആദ്യം നമ്മൾ നൂലിവിടെ ഇടുക. എന്നിട്ട് ഈ നൂലിൻ്റെ എൻഡ് കൊണ്ടുവന്നിട്ട് തൻ്റെ ഈ 2 പ്ലേറ്റിനകത്ത് ഇടുക. എന്നിട്ട് ഈ ബോബിനിൽ നമ്മളിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റിയിട്ട് കണ്ട നൂല് ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു പൊസിഷനിലിരിക്കണം. കണ്ട ഈ ഒരു പൊസിഷൻ ഈ സൈഡിലായിരിക്കണം നൂല്. എന്നിട്ട് ഇതിൽ നേരെ താഴോട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് ഈ വീല് ബാലൻസ് വീല് ഇത് വെളിയിലോട്ട് വലിക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അന്നേരം നമ്മളത് വർക്ക് ചെയ്യുമ്പോഴേ സൂചിയാണെന്ന് തിരിച്ചത്. എന്നിട്ട് നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കാല് വിളിക്കും. നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കും. ഇത് ഫുള്ളാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതെല്ലാം നമുക്ക് ഇത്രയും മതിയെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് നമുക്ക് കുറച്ചുകൂടെ അത് നമ്മൾ എടുത്തിട്ട് ഇത് അങ്ങോട്ട് പ്രസ് ചെയ്യാം. ഇങ്ങോട്ട് അപ്പോൾ നൂലൊന്ന് കട്ട് ചെയ്യാം. നൂലാണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ട്. ഒരു ബ്ലേഡ് പോലെ ഇതൊക്കെ ഇടുന്നത് സാധാരണ മെഷീനെ പോലെ തന്നെ ഇവിടെ ഇടുക. ഇതിനകത്തൂടെ ഇത് കേസ് നമ്മൾ മെഷീനിലിടുന്നത് ഈ വെട്ട് കറക്റ്റ് ഈ പിന്ന് വരിക. ഇതെങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്യാം. ഇവിടെ സെൻറ്ററിൽ വെച്ച് ഈ ഒരു സൗണ്ട് കേൾക്കും. ടിക്ക് എന്നുള്ളൊരു സൗണ്ട്. എന്നിട്ട് നമുക്ക് മേളിൽ നൂലിടും. മേളിൽ ഇവിടെ ആദ്യം ഇടുക. എന്നിട്ട് ഇതിനകത്തൂടെ ഉണ്ട്. ഇവിടെ എല്ലാം ഇവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നേരെ താഴോട്ട് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കൂടെ മേളോട്ട് ഇവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ക്യൂ എന്ന് പറഞ്ഞ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലെ വന്നിട്ട് നേരെ താഴോട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ മേളിലോട്ട്. എന്നിട്ട് നൂല് നമ്മൾ ഇവിടെ നിർത്തണം. ഇവിടെ നിർത്തിയിട്ട് ഈ വീല് കറക്കുക. കണ്ടോ ഈ ഒരു കമ്പി. എന്നിട്ട് നമ്മൾ ഇത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇതിനകത്ത് ഈ സൈഡിൽ കൂടെ നമ്മുടെ വലതുവശത്തൂടെ മറ്റേതൊക്കെ ചിലപ്പോൾ തിരിച്ചാണ് ചിലതിനൊക്കെ. ഇതിലെ വീണ്ടും നേരെ താഴോട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ഹുക്ക് ഉണ്ടല്ലോ ഈ ഹുക്കിൽ. എന്നിട്ട് സൂചിയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടായത് അല്ല, ഇത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് കൊടുക്കുന്നത്. കണ്ടോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ്. വേറെ മെഷീൻ ഒരു സാധനം കണ്ടാൽ സൂചി ഇടാനുള്ളതുണ്ട്. ഞങ്ങൾ റിവ്യൂ കണ്ടായിരുന്നു. അത് തന്നെ ഇത് നമ്മളിങ്ങനെ കൊണ്ടുവരിക. താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇതൊരു പണിയാ. എന്നിട്ട് ഇവിടെ ഇതിനകത്ത് ചെറിയൊരു കമ്പിയാണ്. ആ കമ്പിയിലോട്ട് നമ്മളിത് ഈ നൂലിങ്ങനെ പ്രസ് ചെയ്യണം. ഇച്ചിരി പാടാ. മറ്റേത് തന്നെ നല്ലത്. നമ്മൾ കൈ കൊണ്ട് കുരുക്കുന്നത് തന്നെ നല്ലത്. എന്നിട്ട് എന്നിട്ട് ഈ നൂല് പിടിച്ച് വലിച്ചിങ്ങെടുക്കും. മറ്റേ ചെറിയൊരു കമ്പിയാണ്. നമ്മളിത് ഒരുപാട് ബലമായിട്ട് പിടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു. ഇതിൻ്റെയൊക്കെ ഉപയോഗം ഇത്രയേ ഉള്ളൂ. ഉണ്ട് ഇത് തന്നെ ഉടക്കുന്നതിന്. കൊള്ളാം, പക്ഷേ പ്രായോഗികമായിട്ട് എന്നിട്ട് ഇത് നമ്മൾ പ്രഷർ ലിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ബാഗ് ഇത് നമ്മൾ മറ്റേത് പുറകിലാണ് വരുന്നത്. നൂല് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്മൾ കോർക്കണ്ടേ അല്ലേ? എന്നിട്ട് ഇത് നമ്മൾ
വീല് ഇങ്ങനെ കറക്കി അടിയിലെ നൂല് നമ്മൾ സാധാ മെഷീനെ പോലെ തന്നെ മേലോട്ട് എടുക്കും. ശരി. ഇത്രയും നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് തയ്ക്കാൻ ഈസിയാണ്. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. ബട്ടണുകൾ നമുക്ക് ഏത് സ്റ്റിച്ച് വേണം ബട്ടണുകൾ ഓരോ ഡിസൈനുകളാണ്. എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന നോർമലായിട്ടുള്ള സ്റ്റിച്ചാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ആണ്. 1 വെക്കുമ്പോൾ തീരെ ചെറിയ കാണി, 2 അതിൻ്റെ വലുത്, 4 വരെയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഓരോ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ലെങ്ത്തിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. ABCD G വരെ കൊടുത്തിരിക്കുന്ന നമുക്ക് ഓരോരോ ഡിസൈനുകളുള്ള സ്റ്റിച്ചുകളാണ്. ഇതിപ്പം നമുക്ക് ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ഈ ബ്ലാക്ക് ഇങ്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഡിസൈനുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 1 2 3 4 ഏത് വെച്ചിട്ടും നമുക്ക് ABCD മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ D വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിച്ച് കിട്ടും. ഈ അതായത് ഈ F വെച്ചിട്ടാണ് ഈ പോയിന്റിൽ വരണം. ഈ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിച്ച് കിട്ടും. ഇനി ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടൺ ഈ ലെങ്ത്ത് നോബ് നമ്മൾ SS-ലാക്കി വെക്കണം. ഈ SS-ലാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ABC അങ്ങനെ ഓരോന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് ഇപ്പം നമുക്ക് ഈ സ്റ്റിച്ച് വേണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് SS-ൽ വെക്കണം. ഇത് വന്നിട്ട് നമ്മളിങ്ങനെ മാറ്റി D-യിൽ കൊണ്ടുവെക്കണം. കണ്ടോ, ഈ D ഈ കറക്റ്റ് പോയിന്റിലായിരിക്കണം. അങ്ങനെ കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റിച്ച് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാ സ്റ്റിച്ചും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ചേച്ചി ഇത് എത്ര സ്റ്റിച്ചിന്റെ വരുന്നുണ്ട്? നമ്മൾ ഇത് 21 സ്റ്റിച്ചാണ്. ആണോ? ഇതിപ്പോൾ നമ്മൾ 21 ഇതിപ്പം 4 5 6 7 14 സ്റ്റിച്ച് ഇത് തന്നെയായി. ഇതിന്റെ ചെറിയ കാണി മുതൽ വലിയത് വരെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. 14 21 അല്ല, അതിൽ കൂടുതലും കിട്ടും. കാരണം നമ്മൾ ഈ ചെറിയതിലൊക്കെ വെക്കുമ്പോഴത്തേക്കും വേറെ ഡിസൈനാണ് കിട്ടുന്നത്. അത് നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല, പക്ഷെ അത് 21 കൂടുതൽ കിട്ടും. അതുകൂടാതെ ബട്ടൺ ഹോൾ വരിക, സാരി ലോക്ക് ചെയ്യാം, അതും ചെയ്യാം. തേക്കും പോയിച്ച് കണ്ടോ മക്കള് കണ്ടോ കുഞ്ഞ് മക്കളിച്ച് മാറിയെന്ന്. ചേച്ചി കാണട്ടെ. ഷോൾ ഊരണോ തലേന്ന്? ഇത് നോർമലായിട്ടുള്ള സ്റ്റിച്ചാണ്. എയും ബിയും നമുക്ക് നോർമലാണ്. ഇതിൽ വെക്കുമ്പോൾ ഇതിൽ പോയിന്റ് മാറി വരുമെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ എ വെക്കുന്നത്. നമ്മൾ ഇതിൽ 1 എപ്പോഴും വെക്കണ്ടല്ലേ? അല്ല, നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ 1 പറയുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി തീരെ കുഞ്ഞ് കാണിക്കാം. കണ്ടോ, ഇത്രയും അടുപ്പിച്ച് വരും. 2 വെക്കുമ്പോൾ അതിൻ്റെ ഇച്ചിരി ലെങ്ത് വരും. 3 വെക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ലെങ്ത് വരും. 4 വെക്കുമ്പോൾ ഏറ്റവും വലിയ കാണും. കണ്ടോ, ഇത് ഇത്രയാണ് 4 ഓപ്ഷൻ വരുന്നത്. ഇനി അതേ തന്നെ SS-ൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ സ്റ്റിച്ച് വരും തിക്കായിട്ട്. ഇനി ബി നമുക്ക് നോർമൽ സ്റ്റിച്ച് വരുമ്പോൾ ബി ഒരു പോയിന്റ് ഇപ്പുറത്ത് മാറി വരും. നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു പോയിന്റ് ഇപ്പുറത്ത് മാറി വരും. കണ്ടോ, ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ നല്ലതാണ്. സാരിയിലെ ടോപ്പിലൊക്കെ കണ്ടോ, നമ്മളിങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടില്ല. കറക്റ്റ് ലെങ്ത്ത് ഡിസ്റ്റൻസിൽ വെച്ച് നമുക്കിങ്ങനെ വർക്ക് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇനി ഈ C മുതൽ ഇങ്ങോട്ട് 6 ആക്കാണ്. ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് വരെ. ക്രോസ് സ്റ്റിച്ച് ഇതിപ്പോൾ തീരെ ചെറിയ കാണിയ, എൻ്റെ വലുത് അങ്ങനെ പല ഓപ്ഷനുണ്ട്. ഇത് കണ്ടോ, ചെറുത് വലുത്. ഇതിൻ്റെ തന്നെ ഏറ്റവും ഫുൾ ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കറക്റ്റ് Cയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് വലുതാണ്. ഇത് നമ്മൾ ലെങ്ത്ത് അടുപ്പിക്കുമ്പോഴും അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഇത് കുറഞ്ഞ് വെക്കണം. കണ്ടോ, ഇത് നമുക്ക് എംബ്രോയിഡറി ഡിസൈൻ ചെയ്യും. ഇതേ തന്നെ നമ്മൾ SS-ൽ വെക്കുവാണെങ്കിൽ ഈ സ്റ്റിച്ച് കണ്ടോ. ഇനി ഡി നമ്മൾ SS-ൽ വെച്ചിട്ട് ഈ സ്റ്റിച്ചാണ് കിട്ടുന്നത്. ഇച്ചിരി നമുക്കിതൊന്നും പാടില്ല. കണ്ടോ, D ആണ്. D തന്നെ നോർമൽ സ്റ്റിച്ച് വലിയ കാണിക്കുമ്പോൾ ഇതുണ്ട് ഈ സ്റ്റിച്ച് വരും. കണ്ടോ, ഇത് തന്നെ നമ്മൾ ചെറുത് വെക്കുമ്പോൾ അതിൻ്റെ ഡിസൈനുകൾ വ്യത്യാസമുണ്ട്. തീരെ അടുപ്പിച്ചാൽ
ഇനി എഫ് തീരെ ചെറിയ കണ്ണിൽ കണ്ടോ. ഇതേ തന്നെ എസ് എസിൽ വെക്കുമ്പോൾ രണ്ട് ഈ സ്റ്റിച്ച് ഇങ്ങനെ ഓരോ സ്റ്റിച്ചുകളും മാറ്റുന്നതിനനുസരിച്ച്. ഇനി നമുക്ക് പ്ലെയിൻ നെക്ക്, നമ്മുടെ ഡ്രസ്സിൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ ചുരിദാർ തയ്ക്കത്തില്ലേ, പ്ലെയിൻ നെക്ക് ആണെങ്കിൽ അതിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? ആ, റോബോട്ടിൻ്റെ ഇലക്ട്രിക്കിൻ്റെ കൂട്ടുണ്ട്. അതെ അതെ. കണ്ടേ ഇപ്പം ഈ നമുക്ക് നോർമൽ തീരെ കുഞ്ഞ് കാണി വെക്കുമ്പോൾ അല്ല ഈ സ്റ്റിച്ചാണ്. ഇത് നമുക്ക് റൗണ്ടിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കാം. നമ്മൾ കോൺട്രാസ്റ്റ് കളറ് ഈ ത്രെഡ് ഇടണം. ഇപ്പം ബ്ലാക്ക് ആണെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ഇടാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ്, അല്ലെ ബോട്ടത്തിൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് അതിങ്ങനെ വർക്ക് ചെയ്യാം. നല്ല ഭംഗിയല്ലേ. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോൺ വർക്കോ ബീഡ്സോ അല്ല എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ സ്ലിറ്റ് പ്ലെയിൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അതിലും ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ തന്നെ ഇതേ സെയിം തന്നെ നമ്മൾ ഈ ഒരു ക്രസറിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് അകത്ത് ഇപ്പുറത്തെ സൈഡിലൂടെ കൊടുക്കും. കുഷ്യനൊക്കെ തയ്ച്ച കുഷ്യനിലും ഒക്കെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഡിസൈനുകൾ കൊടുക്കാം. ഇപ്പം നമുക്ക് ഇടി കൊടുക്കാം. ഇത് എംബ്രോയിഡറി പഠിക്കണമെന്നൊന്നുമില്ല. ഇച്ചിരി ഇത്രയേ ഉള്ളൂ. നല്ല രസമുണ്ട്. തയ്ച്ചു ബട്ടണൊക്കെ മാറ്റി ഒന്ന് നൂലൊക്കെ തനിയെ ഒന്ന് ഇട്ട് നോക്ക്. നൂല് തനിയെ